ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലായിടവും നേരം വെളുത്തൊരു 5 മണിയാകുമ്പോഴത്തേക്കിനും നേരം വെളുക്കും. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ അടുക്കളയിൽ നേരം വെളുക്കുന്നത് വൈകുന്നേരങ്ങളിലാട്ടോ. അപ്പോൾ ദാണ്ടെ വൈകിട്ട് ചെറിയ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വൈകുന്നേരം ദാണ്ടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം അടുക്കളയ്ക്ക് ഭയങ്കര ജീവൻ വെക്കും കേട്ടോ. രാവിലെ പിന്നെ സ്കൂളിൽ പോക്കും ജോലിക്ക് പോക്കും ഒക്കെ തിരക്കായതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ എന്താ ഭയങ്കരമായ ഒത്തൊരുമയും കാര്യങ്ങളൊന്നും രാവിലെ കാണത്തില്ലല്ലോ. രാവിലെ അവർക്ക് പോകേണ്ട സമയത്തൊക്കെ എല്ലാവരും ആഹാരം കഴിച്ചിട്ടും പൊതിയും കൊണ്ടൊക്കെ പോകും. പക്ഷേ വൈകുന്നേരം അതുപോലെയല്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് വൈകിട്ടത്തെ അത്താഴക്കാഴ്ചയാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം രാവിലെയാണ് ഞാൻ സാധാരണ മടി പിടിച്ച് ജോലി ചെയ്യാനെ കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം എനിക്കും നല്ല ഉഷാറാണ് വൈകുന്നേരം ജോലിയൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കമൊക്കെ പകുതിക്ക് നിർത്തി എഴുന്നേറ്റ് വരണ്ടേ, അതൊക്കെ ഒരു ചടങ്ങ് തന്നെയല്ലേ. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പം വൈകിട്ടത്തെ പരിപാടി തന്നെയാട്ടോ നല്ലത്. അങ്ങനെ താണ്ട വൈകിട്ടത്തെ അത്താഴത്തിനുള്ള പരിപാടികൾ അടുപ്പയിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുക. അപ്പം ചോറ് രാവിലെ തന്നെ വെക്കും, അതെല്ലാം ഉണ്ട്. ഉച്ചക്കത്തേക്കും നമുക്കുണ്ടായിരുന്നു. ഇനിയിപ്പം വൈകിട്ട് വെക്കും. ഈ മീൻകറിയൊക്കെ രാവിലത്തേക്കും കൂടി എടുക്കും കേട്ടോ. അങ്ങനെ താണ്ട മീൻകറിയൊക്കെ അടുപ്പിൽ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേട്ടാ ഹെൽപ്പ് ചെയ്യാൻ വന്നതാട്ടോ ആദ്യം ആ മീൻ വെട്ടുന്നതൊക്കെ കാണിച്ചത്. അപ്പോൾ തന്നെ മീൻകറി സെറ്റായി, മെഴുക്കുവരട്ടി സെറ്റായി. ഇനി ഇതിപ്പോൾ അടുപ്പിലേക്ക് വെച്ച് ഇതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ദാണ്ട് ഒരു കപ്പ കിട്ടിയിട്ടുണ്ട്, അതുകൂടെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ പുളി ഇടണ്ട, മാങ്ങ ഇട്ടാൽ മതി എന്ന് അമ്മയുടെ വക. അതിൻ്റെ കൂടെ പച്ചമോരും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാണ്ട് ചീനിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് തോരനുമാക്കി. അങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും തോരനും അതിൻ്റെ കൂടെ തന്നെ ദാണ്ട് അപ്പുറത്തെ അടുപ്പിൽ കപ്പ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കപ്പ കടുക് പൊട്ടിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിൻ്റെ പുറകെയായിരുന്നു കുറച്ച് നേരത്തേക്ക്. അങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എനിക്ക് പുഴുങ്ങി തിന്നുന്നതിനേക്കാളിലും വേവിച്ച് തിന്നുന്നതിനേക്കാളിലും ഇതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ ഈ സംഭവം ഇഷ്ടം കേട്ടോ. അങ്ങനെ അതൊക്കെ കടുക് പൊട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ചെറിയൊരു പാത്രമായതിനാൽ ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തി ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം അത്താഴത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.